നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന് ശരിയാവും, ഞാൻ നടക്കും ഓടും എന്നൊക്കെ ഞാനിനി എങ്ങനെ വിശ്വസിക്കാൻ? തുടങ്ങി. ഏട്ടാ, എഴുന്നേറ്റ് ഓടാൻ പറ്റുന്ന പറഞ്ഞല്ലോ നമ്മൾ എഴുന്നേൽപ്പിച്ചത്. നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുന്നു. അതോടെ ചികിത്സയ്ക്ക് ഫലമില്ല, കാലിന് ബലമില്ല എന്നൊന്നും പറയണ്ട. ഏട്ടൻ നോക്കിക്കോ, ഏട്ടന്റെ കാലിന്റെ സ്വാധീനം തിരിച്ചു വന്നില്ലെങ്കിൽ ഭഗവാനോട് പറഞ്ഞ് ഞാൻ ഈ കടലിലേക്ക് ചാടും. ഒന്നും മിണ്ടാതിരുന്നേടി. പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ, അയാളും അയാളുടെ ഭഗവാനും തമ്മിലുള്ള ഒരു റിലേഷൻ അതാ. ചില നേരത്തെ രണ്ടുപേരും തമ്മിലങ്ങ് പിണങ്ങും, ചില നേരത്ത് ദേഷ്യപ്പെടും. നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്ന പോലെയാ അയാളുടെ മനസ്സിൽ ഭഗവാൻ. അങ്ങനെയൊക്കെ പറയണമെങ്കിലേ ഒരു പ്രത്യേക സിദ്ധി വേണം. അതെന്ത് സിദ്ധിയാടാ, ഒന്ന് കേക്കട്ടെ. അത് അവൻ പറഞ്ഞോട്ടടാ, എല്ലാവരും വലിയ വലിയ കാര്യം പറയുമ്പോ അവനുണ്ടാവില്ല ആഗ്രഹം വല്ലപ്പോഴും ഒരു കനത്ത കാര്യം പറയണമെന്ന്. അത് ശരി. അപ്പൊ എന്റെ കാര്യത്തിൽ ആർക്കും പക്ഷാഭേദമൊന്നുമില്ല, തിരിച്ചിങ്ങോട്ട് തന്നോണ്ടിരിക്കുകയാണല്ലേ? ഇങ്ങനെ തിരയടിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കണം. അതൊരു പ്രത്യേക സുഖം. ഏട്ടനിപ്പോ പാട്ട് കേൾക്കണോ? എടാ, നിന്റെ ഫോണിലെ പാട്ടൊന്നും എനിക്ക് വേണ്ട. എന്നോട് പാടാന്ന് പറയല്ലേ, എനിക്ക് ചെറിയ ജലദോഷം. രക്ഷപ്പെട്ടു. ഏതായാലും ഇനി അവനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. മോളെ രാധിക, മോള് നന്നായിട്ട് പാടുമല്ലോ. ഏട്ടൻ ഇതുവരെ മോളെ പാട്ട് കേട്ടിട്ടില്ല. എന്റെ ഏട്ടാ, ആരാ ഈ കക്ഷി? എത്ര വലിയ മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടി പാടിയിട്ടുണ്ടെന്നറിയോ? അതൊക്കെ കൂടി പുറത്തിറങ്ങിയാലേ പിന്നെ ഇതിനെ പിടിച്ചാ കിട്ടില്ല. പിന്നെ നമ്മുടെ കൂടെ ബീച്ചിൽ വരാനോ കറങ്ങാനോ ഒന്നും ഇയാളുണ്ടാവില്ല. പിന്നെ വല്ല ആൾക്കൂട്ടത്തിനിടയിലും ഒക്കെ തിക്കി തിരക്കി കാണേണ്ടി വരും. കളിയാക്കിയത് മതി. എടോ, കളിയാക്കിയതൊന്നുമല്ല, ഞാൻ എന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞേ ഉള്ളൂ. മോളെ, ജീവിതത്തിൽ എടുത്തു സൂക്ഷിക്കാൻ കുറെ നല്ല നിമിഷങ്ങൾ ഉണ്ടായിക്കോട്ടെ. മോളൊരു 4 വരി പാട്. അല്ല ഏട്ടാ, എവിടെ വെച്ച് പാടാന്നൊക്കെ പറഞ്ഞ അതിനെന്താ, ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചൊക്കെ പിള്ളേര് റീൽസ് എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് വല്ല നാണക്കേടുണ്ടോ? അതൊന്നും പറയാതിരിക്കുക ഭേദം. റീൽസ് എടുത്തെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുന്നിലേക്കാ ചിലർ ചാടുന്നേ. എടോ, ഇവിടെ ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ. താൻ ധൈര്യമായിട്ട് പഠിക്കോ? ഏട്ടൻ പറഞ്ഞു കേട്ടില്ലേ? ശരി, പക്ഷെ 4 വരിയേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.